നമസ്കാരം സുഹൃത്തുക്കളെ, വിഷ്ണുവാണേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ തക്കാളി കൃഷിയാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ തന്നെ കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ തക്കാളി നിൽക്കുന്നുണ്ടല്ലേ, നല്ലതേക്കാണ് തക്കാളി നിൽക്കുന്നത്. നല്ലതൊക്കെ തന്നെ കുലകുത്തി തന്നെ കാഴ്ച അപ്പോൾ ഒരെണ്ണം പോലും പൊഴിച്ചിലോ അതിലൊരു വാട്ട രോഗമോ ഒന്നുമില്ലാത്ത രീതിക്ക് തന്നെ നല്ല രീതിക്കുള്ള തക്കാളിയാണ് നമുക്ക് കിട്ടിയേക്കെന്ന് പറഞ്ഞാൽ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പല വീഡിയോയിലും നമുക്ക് തക്കാളിയെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. തക്കാളി വീഡിയോകൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ അതിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമെന്ന് പറയുമ്പം നമുക്ക് കൃഷിയിലേക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് വേണ്ടി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കുറിച്ച് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പം നമ്മളുടെ വാട്ടരോഗം, അതുപോലെ തന്നെ തക്കാളിയുടെ പൊഴിച്ചിൽ രോഗത്തിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പം നമുക്കുടെ മുട്ടത്തോട് 1, 2, 3 മുട്ടയുടെ തോട് എടുത്തതിന് ശേഷം നന്നാക്കി പൊടിച്ചിട്ട് നമുക്ക്, അതായത് നമ്മളുടെ തക്കാളി വരുന്ന സമയത്ത്, തക്കാളിയുടെ പൊഴിച്ചിൽ ആകുന്ന സമയത്ത് നമ്മളുടെ തക്കാളിയെ പിന്നെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കായിലും പൂവിലുമായിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ പെട്ടെന്ന് അതിൻ്റെ പൊഴിച്ചിൽ മാറിക്കിട്ടി നല്ല രീതിയിലുള്ള തക്കാളികൾ വരികയും, അതേപോലെ തന്നെ നമുക്ക് ആ പൊടിച്ച നമ്മുടെ തക്കാളിയുടെ തോടിൻ്റെ പൊടിയെടുത്ത് നമുക്ക് ഒരു 10 ഗ്രാം പൊടി 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി നമ്മൾ ചെടിയുടെ നമ്മളെ ചൂട്ടിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് തക്കാളി പൊഴിച്ചിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് തക്കാളിയുടെ പൊഴിച്ചിൽ മാറ്റി നല്ല തക്കാളി ആക്കിയെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെൺപൂ വരുന്നില്ല, വന്നാലും അത് വഴിപ്പോകുന്നു എന്നൊരവസ്ഥയെ കാണുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ളതൊന്നും ഫിഷ് അമിനോ ആസിഡാണ് നമ്മൾ കൊടുക്കാനുള്ളത്. അതേപോലെ തന്നെ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയൊക്കെ പല വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. നമുക്ക് 10 ഗ്രാം 5 മില്ലി ഫിഷ് അമിനോ 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി നമുക്ക് പൂ വരാൻ നേരത്താണ് നമുക്കിത് കൊടുക്കാനുള്ളത്. പൂ വരാൻ നേരത്ത് നമ്മളുടെ ആ പൂവിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ധാരാളം നല്ല രീതിക്കുള്ള പെൺപൂവുകൾ വിരിയുകയും നമുക്ക് അതിൻ്റെ കാഫലം കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് വേറൊരു കാര്യം നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പം നമ്മളുടെ ചെടിയിൽ വരുന്ന നമ്മളുടെ വാട്ടരോഗം, അതായത് നമ്മളുടെ തക്കാളിയുടെ വാട്ടരോഗത്തിന് നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മളുടെ സീഡോമോണസാണ് നമുക്ക് കൊടുക്കാനുള്ളത്. സീഡോമോണസ് ജൈവ കുമിൾനാശിനിയാണ്. അപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോഴേ ഇത് നമുക്ക് ചെടിയുടെ കൊടുക്കുമ്പോൾ ചെടിയുടെ നല്ല രീതിക്കുള്ള ഗ്രോത്ത് കിട്ടുകയും നല്ല അതിൻ്റെ വാട്ടരോഗം മാറിയിട്ട് ചെടി നല്ലതിലേക്ക് തഴച്ച് വളരാനും സഹായിക്കുന്നതാണ് നമ്മളുടെ സീഡോമോണസ്. അപ്പോൾ നമുക്കൊരു നമ്മളുടെ ഒരു 20 ഗ്രാം സീഡോമോണസ് നമുക്ക് 2 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കിയിട്ട് ചെടിയുടെ ചൂട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയാൻ നേരത്ത് ഇതിൻ്റെ മട്ടി എടുക്കരുത്, തെളി മാത്രം ഊറ്റിയെടുക്കുക. നമ്മൾ സീഡ് നടുമ്പോഴാണെങ്കിലും സീഡ് നമ്മൾ പാവുമ്പോഴാണെങ്കിലും നമുക്ക് ചെയ്യാനുള്ളതും പല വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ സീഡുകളൊക്കെ പൊടിക്കാത്തതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുമ്പോൾ നമ്മൾ സീഡോമോണസ് ലൈനിയിൽ നമുക്ക് നമ്മളുടെ സീഡുകൾ നമ്മൾ അത് കൂത്ത് വെച്ചതിന് ശേഷം പിന്നെ ആയിരിക്കും നമ്മൾ എടുത്ത് നടുന്നത്. ആ സമയത്ത് നമ്മൾ അതിൻ്റെ മട്ടിയും അതിൽ നമ്മളെ സീഡിലേക്ക് അടങ്ങിയിട്ടുണ്ടായിരിക്കും. നമ്മളുടെ പല സീഡുകളും നമുക്ക് പൊടിക്കാതെ വരുന്നത്. അപ്പോൾ അതിൻ്റെ തെളി മാത്രം ഊറ്റിക്കൊടുത്ത് നമ്മളെ സീഡുകൾ പിന്നെ പാകുമ്പോഴായിരിക്കും, സീഡ് ട്രേയിലേക്ക് നമ്മൾ ചെയ്യുമ്പോഴായും, അതുപോലെ നമുക്ക് ചെടിയിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോഴായിരിക്കും നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ തെളി മാത്രം നമുക്ക് എടുത്ത് കൊടുത്താൽ നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് പറയാൻ നേരത്ത് നമുക്ക് തക്കാളിക്ക് വളം നമുക്ക് കൊടുക്കുമ്പോൾ, ഏത് ചെടിക്കായാലും വളം കൊടുക്കുമ്പോഴെന്ന് പറയുമ്പോൾ നമ്മളുടെ വളർച്ച അനുസരിച്ച് മാത്രമാണ് നമ്മളുടെ ചെടിയിലേക്ക് നമുക്ക് വളം കൊടുക്കാനുള്ളത്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റായുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അവിടെ എന്ത് വളം കൊടുക്കുമ്പോഴാണെങ്കിലും തന്നെ നമുക്ക് ഇപ്പോൾ ഈ ചെടിയിലൊക്കെ ഇറങ്ങി പൊട്ടാസ്യം കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുക. അത് എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാനുള്ളത് നമുക്കുള്ള
ചാരം ഒരു വീട്ടിൽ വിറക് കത്തിക്കുന്ന ചാരം നമുക്ക് ചാരവും കഞ്ഞോളവുമായിട്ട് കൊടുക്കാം. നല്ല രീതിക്ക് പൂ വിരിയാനും നല്ല പൂക്കാനും സഹായിക്കുന്നതാണ് ചാരം. അപ്പോൾ ചാരം കൊടുത്താൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് മണ്ണ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചീമക്കൊന്നൊരു ഇലയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഇപ്പോൾ ചീമക്കൊന്നയിൽ ധാരാളം നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. പെട്ടെന്ന് ചെടി തഴച്ച് വളരാനും സഹായിക്കുന്നതാണ് നമ്മുടെ ചീമക്കൊന്ന ഇല. അതുപോലെ നൈട്രജൻ കണ്ടൻറ്റാണ്. അപ്പോൾ ഈ രീതിക്കൊക്കെ തന്നെ കൃഷികൾ ചെയ്ത് നോക്കുക. നല്ലതായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഇതേപോലെയുള്ള കൃഷികൾ ചെയ്യുക. അപ്പോൾ ചെടിയുടെ വളർച്ച അനുസരിച്ച് മാത്രമാണ് ഓരോ വളങ്ങൾ നമുക്ക് കൊടുക്കാനുള്ളത്. അതേപോലെ തന്നെ ചെയ്തു കൊടുക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കുള്ള ഈ പൊഴിച്ചിലിനൊക്കെ നമുക്ക് പൊഴിച്ചിൽ വരുന്നതിൻ്റെ വേറൊരു കാര്യമെന്ന് പറയുമ്പോൾ നമ്മളെ സക്കറുകൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്കുള്ള മുകളിൽ വരുന്ന നമുക്കുള്ള കാകൾ പൊഴിഞ്ഞു പോവാതെ അല്ലെങ്കിൽ തന്നെ നമുക്ക് ആ സക്കർ കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു നീര് വലിച്ച് ഊറ്റി കുടിക്കുകയും ആ സക്കർ വളർന്നു വരുന്നതനുസരിച്ച് നമ്മളുടെ പൊഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ സക്കർ നീക്കം ചെയ്ത് കൊടുക്കുക. സക്കർ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും നല്ല രീതിക്കുള്ള കാഫലം നമുക്ക് കിട്ടുന്നത്. ഈ രീതിക്കൊക്കെ തന്നെ നമ്മളുടെ തക്കാളികളുടെ കൃഷികൾ നമുക്ക് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്ത് കൊടുക്കാനുള്ള കാര്യം എന്ന് പറയുമ്പം നമ്മൾ തക്കാളി പ്ലാന്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിക്കുള്ള വെയിൽ അടിക്കുന്ന സ്ഥലത്തായിരിക്കണം അത് പ്ലാന്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. അങ്ങനെ പ്ലാന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് തക്കാളിയുടെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ അത് പോളിനേഷൻ നടക്കുകയും നല്ലതിലേക്കുള്ള തക്കാളി പഴം നമുക്ക് കിട്ടുകയും ചെയ്യും. പോളിനേഷൻ നടക്കാത്ത പക്ഷം നമ്മൾ ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മളുടെ കൈയുടെ വിരൽ ഉപയോഗിച്ചുകൊണ്ട് 1-2 പ്രാവശ്യം തട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് പൂ വരുമ്പോൾ തന്നെ അന്ന് തട്ടി കൊടുക്കുമ്പോൾ ആൺപൂവിൽ നിന്നുള്ള ആ പൂപ്പൊടി നേരെ പെൺപൂവിലേക്ക് വരികയും പോളിനേഷൻ നടക്കുകയും ചെയ്യും. പിന്നെ അല്ലാതെ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് മൃദുവായിട്ടുള്ള നല്ല രീതിക്കുള്ള സോഫ്റ്റായിട്ടുള്ള നമ്മളെ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ആൺപൂവിൽ നിന്നുള്ള പൊടിയെടുത്ത് പെൺപൂവിലേക്ക് നമ്മൾ വച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഈ രീതിക്ക് നമുക്ക് പോളിനേഷൻ നടത്തിക്കൊണ്ട് നല്ലതേക്കുള്ള പെൺപൂകൾ വിരിഞ്ഞ് നല്ലതേക്കുള്ള തക്കാളി നമുക്ക് കിട്ടി നല്ലതേക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ തക്കാളിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഉള്ളതിരിക്കുന്ന അതുണ്ട് കേട്ടോ, തോനെയായിട്ട് നമുക്ക് നിൽപ്പുണ്ട്. ഇതാണ് നമ്മളെ ബീറ്റ്റൂട്ട് ചീര എന്നറിയപ്പെടുന്നത്.